ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തം തന്ന് ജീവൻ വരെ നമുക്ക് വേണ്ടി തന്ന ആ ദൈവം, അവസാനത്തെ ജീവൻ നമുക്ക് വേണ്ടി തന്ന ആ ദൈവം, ആ യേശു നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആ ദൈവത്തിൻ്റെ, ആ യേശുവിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുത്തുന്നു. അങ്ങനെ യേശുവിൻ്റെ നാമം മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ അടുത്ത ഒരു വീഡിയോ, അത് എൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. എല്ലാ മഹത്വവും യേശുവിന് മാത്രം കൊടുക്കുന്നു. എൻ്റെ ഇന്നത്തെ നമുക്ക് തന്നിരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനം ഇതാണ്: കരുതുന്നവൻ. ആ ഒരു ചിന്തയാണ് എനിക്കിന്ന് വന്നിരിക്കുന്നത്. അതായത് കരുതുന്ന ഒരു ദൈവം, അബ്രഹാമിന് വേണ്ടി യാഗത്തിന്, അബ്രഹാമിൻ്റെ ആ യാഗത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഇസ്ഹാക്കിന് പകരം ഒരു യാഗമൃഗത്തെ കരുതി വെച്ച ആ ദൈവം, ആ കരുതുന്നവൻ. പിന്നെ ഒത്തിരി കാര്യങ്ങൾ ബൈബിളുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ കഴിഞ്ഞ നാളുകളിൽ ഒരു പ്രവാചകൻ, ഒരു മലയാളി പ്രവാചകൻ്റെ ഒരു പ്രഭാഷണം ഞാൻ കേട്ടതാണ്. അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്നുവെച്ചാൽ, ഇവിടെ എല്ലാവരും പറയുന്നത് വലിയ വലിയ പ്രവാചകന്മാർ, വലിയ ഉദാഹരണങ്ങൾ. ഇവിടെയല്ല, കൊറിയയിലുള്ള ഒരു ദൈവദാസൻ പോൾ യോങ്കിച്ചോയുടെ ഒരു സാക്ഷ്യം. അപ്പോൾ ആ പോൾ യോങ്കിച്ചോ 1000 പേരുടെ ഒരു സഭ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ ദൈവദാസൻ ഒരിക്കൽ ഒരു സഭയുടെ ആവശ്യത്തിന് വേണ്ടി ഏതോ JP മോർഗൻ ബാങ്കാണോ അതുപോലെ ഏതോ ഒരു വലിയ ബാങ്കിൽ ചെന്ന്, അവരുടെ ഹെഡ് ഓഫീസിൽ ചെന്ന് നേരെ ധൈര്യമായിട്ട് ചെന്നിട്ട്, ഇന്നത്തെ ആ കണക്കിനനുസരിച്ചാണെങ്കിൽ 200 കോടി രൂപ പുള്ളി ആവശ്യപ്പെട്ടു. അപ്പോൾ അതിന് തക്കതായ ഒരു സെക്യൂരിറ്റി കൊടുക്കാനുള്ള ഒന്നും ഈ യോങ്കിച്ചോയുടെ കൈവശമില്ല. പക്ഷേ എങ്കിലും അത് ആ ദേവദാസൻ്റെ ആ വിശ്വാസത്തിന്മേൽ ദൈവം വലിയ അത്ഭുതം ചെയ്തു. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴത്തേന് ആ ബാങ്കിൻ്റെ തന്നെ വലിയ ആ റീജിയണൽ മാനേജറിനെ വിളിച്ച് ആ പൈസ ഈ പോൾ യോങ്കിച്ചോയുടെ സഭയ്ക്ക് അത് കൊടുത്തു, അലൗഡാക്കി കൊടുത്തു. അവർക്ക് ആ ഫണ്ട് പാസ്സായി. അങ്ങനെ പിന്നീട് അത് എനിക്ക് തോന്നുന്നു ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ചർച്ചായിട്ട് മാറി എന്നുള്ളൊരു സാക്ഷ്യമാണ് ഞാനന്ന് കേട്ടത്. അപ്പോൾ അത് നമ്മുടെ ഇവിടെയുള്ളവർക്ക് അറിയാവുന്നതിൽ ഏറ്റവും വലിയൊരു സാക്ഷ്യമായിരുന്നത്. 200 കോടി രൂപ പോൾ യോങ്കിച്ചോ ആവശ്യപ്പെട്ടു, ഒന്നുമില്ലാത്തപ്പോൾ. അപ്പോൾ ആ ദൈവദാസൻ്റെ വിശ്വാസത്തിന്മേൽ ദൈവം പ്രവർത്തിച്ചു. അവിടെ വലിയ അത്ഭുതമായിട്ട് ആ മകനത് കിട്ടുകയും ചെയ്തു. അത് പ്രകാരം പിന്നീട് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ചർച്ചായിട്ടത് മാറി. 20,000-20,000 ആൾക്കാർ എല്ലാ ആഴ്ചയിലും കൂടുന്ന ഒരു വലിയൊരു ആരാധന. അങ്ങനെ ഇന്നത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇതേതോ എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് മുമ്പ് 1800-കളിലുള്ള കാര്യമാണോ 1900-കളിലുള്ളതാണോ, അങ്ങനത്തെ ഒരു സംഭവം അത്രേ എനിക്കറിയുള്ളൂ. അപ്പോൾ അങ്ങനെ കേട്ടപ്പോഴത്തേക്കും എൻ്റെ ഉള്ളിൽ വന്നൊരു കാര്യം, കർത്താവ് അബ്രഹാമിൻ്റെ കാലത്ത് മാത്രമല്ല, ഇപ്പോഴും ഇസാക്കിൻ്റെ കാലത്തോ അല്ലെ പോൾ യോങ്കിച്ചോയുടെ കാലത്ത് മാത്രമല്ല, ഇപ്പോഴും നൗ അത് ടു ബി കണ്ടിന്യൂഡ്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ദൈവം നമ്മളെപ്പോഴും പറയാറുണ്ട്, ഏലിയാവിൻ്റെ കാക്ക ഇന്നും ഉണ്ടെന്ന്. പക്ഷെ എന്നോട് കഴിഞ്ഞ ഇടയ്ക്ക് ഞങ്ങളുടെ ഒരു ദൈവദാസൻ പറഞ്ഞ്, ആ ഏലിയാവിൻ്റെ കാക്ക ചത്തുപോയിട്ട് ആളുകളായി, പക്ഷെ ഏലിയാവിൻ്റെ ആ ദൈവം ഇന്നും ജീവിക്കുന്നു. അപ്പോൾ ആ ഒരു ഇത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ വന്നത്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ നടന്ന വലിയൊരു അത്ഭുതം എന്ന് വെച്ചാൽ, ഞാനത് ചിന്തിച്ചതാണ് ആ ദിവസങ്ങളിൽ. അപ്പോൾ ഈ ഒരു പോൾ യോങ്കിച്ചോയുടെ, ഇവിടെ ഇരിക്കുന്നവർ പോൾ യോങ്കിച്ചോയുടെയും പിന്നെ വലിയ വലിയ ദൈവദാസന്മാരുടെയും വലിയ കാര്യങ്ങൾ പറയും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഓർക്കാറില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേന് എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഒരു കാര്യം ഞാൻ ഓർക്കുന്നത്, എനിക്കതുപോലത്തെ ഒരു അവസരം വന്നപ്പോഴത്തേക്ക് കർത്താവിന് അന്ന് രക്ഷയില്ല, നല്ല എൻ്റെ സ്ഥിതി അതുപോലെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ എനിക്കതുപോലൊരു സാഹചര്യം വന്നു.
കഴിയുമ്പോൾ ഞങ്ങൾ വാടകയ്ക്കായിരിക്കുന്ന ഒരു സമയത്ത് ഞങ്ങൾ ആയിരിക്കുമ്പോൾ ഒന്നുമില്ല, വാടക കൊടുക്കാനുള്ള സാഹചര്യമില്ല, വർക്കുകളില്ല, എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടിരിക്കുന്ന സമയത്ത് പ്രാർത്ഥന മാത്രമേ അന്ന് കൈമുതലുള്ളൂ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വീട്ടിൽ ഒരത്യാവശ്യം വന്നു, ഒരു ദൂരയാത്ര പോകേണ്ട ഒരു ആവശ്യം വന്നപ്പോഴത്തേന് ഞങ്ങളുടെ വീടിനടുത്തുള്ള വീട്ടുകാർക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വരെയും കൊടുത്തിട്ട് ഞങ്ങൾ ആ യാത്രയ്ക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പുകളായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്ന് പകൽ എനിക്കൊരു 5 ലക്ഷം രൂപ വരെ ഒരു അഡ്വാൻസ് കിട്ടാനുണ്ട്. അത് കിട്ടി കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ചിന്ത എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഒരുക്കമാണത്. നമ്മളന്ന് വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. എൻ്റെ മാനസികമായ ചിന്തയിൽ കാര്യങ്ങൾ ഉറപ്പിച്ച് അപ്പോൾ എനിക്ക് അന്ന് പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് അല്ലെങ്കിൽ 12 മണിക്കുള്ളിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ സാറിൻ്റെ വീട്ടിൽ ചെന്ന് 5 ലക്ഷം രൂപയുടെ ചെക്ക് മേടിച്ച് DD എന്താ വെച്ചാൽ മേടിച്ച് ബാങ്കിൽ നിന്ന് മാറി പൈസയായിട്ട് തിരിച്ച് വന്നാൽ മതി. ആ ഒരു ഉറപ്പിൽ അത് കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയ്ക്ക് 3 മണിക്ക് പോകണം, കല്യാണത്തിന് വേണ്ടി പോകണം. അതിനുള്ള കാര്യങ്ങളൊക്കെ ഒരുങ്ങുന്നു, ടിക്കറ്റൊക്കെ എടുത്ത് വെച്ചേക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് അന്ന് ഏതോ ഒരു സാഹചര്യം ആ ഇത് നടന്നില്ല. എനിക്ക് പൈസ അഡ്വാൻസ് തരാമെന്ന് പറഞ്ഞ ആളുടെ അമ്മ മരിച്ചു. പുള്ളി എന്നോട് പറഞ്ഞു, ഇനി അമ്മ മരിച്ചു, അവർ ഹിന്ദുക്കളാണ്, അമ്മ മരിച്ച് അപ്പോൾ ഇനി ഇത്ര ദിവസം ഏതോ 16 ഇത്ര ദിവസങ്ങൾ കഴിഞ്ഞ് 40 അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത വീടിൻ്റെ വർക്ക് തുടങ്ങുകയുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് ഡെന്നീസ് വന്നാൽ മതി, വേറെ പൈസയ്ക്ക് വേണ്ടി ഇനി വരണം. അപ്പോൾ എൻ്റെ എന്ന് വെച്ചാൽ ഞാൻ അവിടെ ഒരു വചനം എൻ്റെ ജീവിതത്തിൽ എന്ന് വെച്ചാൽ ഞാൻ മനുഷ്യനെ മാത്രം ആശ്രയിച്ചാണ് ഞാൻ അവിടെ നിന്നത്. അപ്പോൾ ആ ഒരു വ്യക്തി എനിക്ക് 5 ലക്ഷം രൂപ അഡ്വാൻസ് തരാമെന്ന് പറയുന്ന വ്യക്തിയെ മാത്രം പ്രതീക്ഷിച്ചു. എനിക്ക് പ്രാർത്ഥനയില്ല, ഒന്നുമില്ല. അതുകൊണ്ട് ഇന്ന് അത് പെട്ടെന്ന് അയാളുടെ അമ്മ മരിച്ചു, അത് വേണ്ടെന്ന് വെച്ചു. അത് പിന്നീട് 1-1.5 മാസം കഴിഞ്ഞ് മതി, അങ്ങനെ അവരങ്ങനെ തീരുമാനിച്ചു. എൻ്റെ സകല പ്രതീക്ഷകളും പോയി. അപ്പോൾ എനിക്ക് ഞങ്ങളെ ആ അവസ്ഥയെന്ന് പറഞ്ഞാൽ അന്ന് വള വീട്ടിലാണ്. 2 കുഞ്ഞുങ്ങളാണ്, ചെറിയ പിള്ളേരാണെന്ന്, 1-ാം ക്ലാസ്സിലും 3-ാം ക്ലാസ്സിലും പഠിക്കുന്ന കൊച്ചു കുട്ടികളാണ്. അപ്പോൾ അവസ്ഥയിലിരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഞാൻ ചിന്തിച്ച് എന്ന് വെച്ചാൽ വീട്ടിലുണ്ടായിരുന്ന മുഴുവൻ സാധനങ്ങളും തൊട്ട് താഴെയുള്ള ഒരു സാധാരണ ഒരു പാവപ്പെട്ട വീട്ടുകാരാണ്, അവരുടെ വീട്ടിൽ കൊണ്ട് ഞങ്ങളെല്ലാം കൊടുത്തു. എന്നുവെച്ചാൽ വീട്ടിൽ ഞങ്ങൾ ഒരാഴ്ചത്തേക്ക് ഇല്ലെങ്കിൽ അതൊക്കെ കേടാവുമല്ലോ എന്ന് വെച്ച് എല്ലാം കൊടുത്തു, ഒന്നുമില്ലാതെ പാല് വരെയുള്ള സാധനങ്ങൾ കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല വീട്ടിൽ, ഫ്രിഡ്ജിൽ പോലും ഒന്നുമില്ല, ആ അവസ്ഥയിൽ എണ്ണയില്ല, ഒന്നുമില്ലാത്ത അവസ്ഥ. ഒരു തുള്ളി എണ്ണയില്ല, ഒരു മണി അരി പോലും ഇല്ല, അതുപോലെ കൊടുത്തു. പച്ചക്കറികളോ ഒരു സാധനവും ഇല്ല. അങ്ങനെ എല്ലാം താഴത്തെ വീട്ടിലോട്ട് കൊടുത്തു. ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഒന്നുമില്ല. അത് വെച്ച് നോക്കാം, ഈ 5 ലക്ഷം മാത്രം പ്രതീക്ഷയിൽ ഇരുന്നുകൊണ്ടായിരുന്നു അങ്ങനെ സംഭവിച്ചത്. എന്തായാലും അന്ന് രാത്രി അങ്ങനെ കിടക്കാമല്ലോ എന്ന് കരുതി അങ്ങനെ പോയി. പക്ഷേ രാത്രി ഞാനങ്ങനെ ഇന്നത്തെ കാലഘട്ടത്തെ പോലെ ഞാൻ പാതിരാത്രിക്ക് ഞാൻ എഴുന്നേറ്റ് ആദ്യമായിട്ട് ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നു. അപ്പം ഞാൻ എപ്പോഴും കടയിൽ നിന്ന് എല്ലാ ദിവസവും കിറ്റുമായിട്ടാണ്. അപ്പോൾ ഞാൻ വീട്ടിലിരുന്ന് പഴയ കിറ്റുകളൊന്നും കളയാറില്ല, കിറ്റുകളെല്ലാം പെറുക്കിയെടുത്ത് ഞാൻ കൊണ്ടുവന്നു. അപ്പോൾ എനിക്കറിയാം അരി മേടിച്ചുകൊണ്ട് വരുന്ന കിറ്റുകൾ, അപ്പോൾ അതിൻ്റെ 4 മൂലയുണ്ട്. 4 മൂലയും ഞാനത് എടുത്തുകൊണ്ട് മുറത്തിലിട്ടു. അപ്പോൾ ഒരു 10-50 കിറ്റുകൾ, വലിയ കിറ്റുകളാണ്. അതെല്ലാം കൊണ്ടുവന്ന് ഞാൻ മുറത്തിൽ കൊട്ടിയിട്ടപ്പോഴത്തേന് ഏകദേശം ഒരു 5 കിലോയ്ക്ക് അടുത്ത് അരി അതിനകത്തുണ്ട്. ഞാനത് നോക്കിയപ്പോഴേ എന്ന് വെച്ചാൽ ഞങ്ങളുടെ വാടകീടാണ്, അത് അധികം വെളിച്ചമൊന്നുമില്ല ആ ലൈറ്റിനൊന്നും. എന്നുവെച്ചാൽ ഒരു പഴയ വീടുമാണ്, പഴയ ലൈറ്റും വയറിങ്ങും ഒക്കെയാണ്, വലിയ വെളിച്ചമൊന്നുമില്ല, രാത്രിയിലല്ലേ. ഞാൻ അപ്പോൾ നോക്കിയപ്പോഴത്തേന് എല്ലാ അരിക്കകത്തും എന്തോ ഇതുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ആ അരിയെല്ലാം ഒരു സൈസ് പ്രാണി കയറിയതാണ്, കുത്തിയതാണ്, എല്ലാം മോശം, എല്ലാ അരി അങ്ങനെയാണ്. അപ്പം ഞാൻ അവിടെ ഇരുന്ന്
എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 2 മണി തൊട്ട് വെളുപ്പിന് 6 മണി വരെ, നല്ല 6 അല്ലെങ്കിൽ 7 നേരം വെളുക്കുന്നത്, നല്ല വെയിൽ സൂര്യൻ ഉദിക്കുന്നവരെ ഞാൻ ഓരോ അരി മാറി മാറ്റി തിരഞ്ഞ് അവസാനം ഒരു കൈക്കുമ്പിളിലോളം കൃത്യമായിട്ടുള്ള അരി എനിക്ക് കിട്ടി. ഒരഴുക്കും ഇല്ലാത്ത കൃത്യമായ അരി, ഒരു കൈക്കുമ്പിളിൽ അരി കിട്ടി. ഏകദേശം ഒരു മുറത്തോളം നിറയെ അരി ഉണ്ടായത് ഓരോ മണി അരി ഞാൻ പെറുക്കിയെടുത്താണ് അങ്ങനെ കിട്ടിയത്. അപ്പോൾ അത് ഞാൻ അത്ര നിറയെ 4-5 മണിക്കൂർ നേരം ഇരുന്ന്. അപ്പോൾ എൻ്റെ ഒരു ആവശ്യം എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ എഴുന്നേക്കും, വൈഫ് എഴുന്നേക്കും. അപ്പോൾ എഴുന്നേറ്റ് വരുമ്പോൾ അവർക്ക് ഒന്നും ഉണ്ടാവില്ല, അവർക്ക് വേണ്ടി എന്തെങ്കിലും വേണമല്ലോ. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് ഞാൻ അത് തിരഞ്ഞ് എടുത്ത് വെച്ച് കഴുകാനായിട്ടൊക്കെ എടുത്ത് വെക്കുമ്പോഴത്തേനും നേരം വെളുത്ത്. അപ്പോൾ വെയിലായി 7 മണി 8 മണിയൊക്കെ ആയി. അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും ഞങ്ങൾ ഹൗസ് ഓണറുടെ മുകളിലാണ് ഞങ്ങൾ താമസിക്കുന്നത്, വീടിൻ്റെ ഉടമസ്ഥൻ്റെ. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഞങ്ങളുടെ വീടിന് താഴെ ഒരു കോളിംഗ് ബെല്ല് കേട്ടു. അപ്പോൾ എനിക്കറിയാം ഞങ്ങളുടെ ഹൗസ് ഓണർ അന്ന് വീട്ടിലില്ല. അവർ ഞങ്ങളോട് തലേദിവസം പറഞ്ഞായിരുന്നു അവരവരുടെ വീട്ടിലോട്ട് പോവുകയാണ്, അവരുടെ സ്വന്തം തറവാട്ടിലോട്ട് പോവുകയാണ്. ഞങ്ങളോടൊന്ന് നോക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ തൊട്ടപ്പുറത്തൊരു വീട്ടിൽ ഒരു വീടിൻ്റെ വാർക്കൽ നടക്കുന്നുണ്ട്. ഞങ്ങളുടെ തൊട്ട് എതിർവശത്ത്, അന്ന് ഞങ്ങൾ താമസിക്കുന്നത് ചമ്പക്കരയിലാണ്. അവിടെ ഒരു പുതിയൊരു പണിതുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ വാർക്കലായിരുന്നു അന്ന്. അപ്പോൾ അന്നാണ്. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ബെല്ലടിക്കുമ്പോഴത്തേന് ഞങ്ങൾ താഴ്ത്തി നോക്കും. അപ്പോൾ ആ താഴത്തെ വീട്ടിലോട്ട് ആ പുതിയ പണിയുന്ന ആ വീട്ടിലെ 2 പിള്ളേർ വന്നിട്ട് നോക്കാം. അപ്പം ഞങ്ങൾ ഇവിടുന്ന് എൻ്റെ വൈഫ് ഇവിടുന്ന് വിളിച്ച് പറഞ്ഞു അവരവിടെ ഇല്ല, അവരുടെ വീട്ടിൽ പോയേക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അവർ വേഗം തന്നെ ചേച്ചി ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലോട്ട്, ഞങ്ങൾ മുകളിലേക്ക് കയറി വന്നു, ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് കയറി. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അത് തുറന്നപ്പോൾ 2 വലിയ സഞ്ചി കൊണ്ടുവന്ന് പറഞ്ഞ് ഇതുപോലെ വീട്ടിൽ ഇതായിരുന്നു, വാർക്കലായിരുന്നു. അപ്പം അന്ന് ഈ കളക്ടർ KM ബീനാമോളാണല്ലോ. അപ്പോൾ KM ബീനാമോൾ ആ സമയത്ത് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 2010 ആണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ വരുന്നത് അങ്ങനെയാണ്. 2010 അപ്പോൾ 2008 അല്ലെങ്കിൽ 2009-10 ആ കാലഘട്ടത്തിലാണ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ വിശ്വാസത്തിലേക്ക് വന്ന് ഇടപ്പള്ളി ഞങ്ങൾ ചർച്ച് പോകാൻ തുടങ്ങി 1-2 വർഷം ആയിട്ടേ ഉള്ളൂ. പ്രാർത്ഥനയ്ക്കൊന്നും കൂടുതലായിട്ട് ആക്റ്റീവായി തുടങ്ങിയിട്ടില്ല. അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഈ 2 പിള്ളേർ വീട്ടിൽ കയറി വന്ന് എൻ്റെ വൈഫിനോട് പറഞ്ഞു ഇതുപോലെ താഴത്തെ വീട്ടുകാർക്ക് വേണ്ടി കൊണ്ടുപോകുന്നതാണ്. ഞങ്ങളുടെ വാർക്കൽ കഴിഞ്ഞ്. അപ്പോൾ ഈ കളക്ടർ ബീനാമോൾ ഇങ്ങനെ ആ സമയത്ത് അന്ന് ഈ വെയിലിൻ്റെ കാഠിന്യം കൂടുതലായതുകൊണ്ട് ഈ വാർക്കൽ അങ്ങനെ മുകളിലുള്ള പണികളെല്ലാം ഒരു 10 മണിക്ക് മുമ്പായിട്ട് തീർക്കണം, 10 മണി കഴിഞ്ഞുള്ള വെയിൽ കൊള്ളരുത് എന്നുള്ളൊരു ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു നിർദ്ദേശം ഇറക്കിയായിരുന്നു. അതുകൊണ്ട് ഈ വാർക്കപ്പണിക്കാരൊക്കെ നേരത്തെ വന്ന് തുടങ്ങി നേരത്തെ തീർത്ത് പോകും. അപ്പോൾ നമ്മുടെ ഈ ചെമ്പക്കര ഏരിയയിലെ പരിപാടി എന്ന് പറഞ്ഞാൽ അവർ വാർക്കൽ നേരത്തെ കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് പോയി കള്ളടിക്കാനുള്ള കാര്യം അവർ തിരക്കുള്ളൂ. അപ്പോൾ ഞങ്ങളവിടെ ഇത് ചെമ്പക്കര മരട് കണ്ണാടിക്കാട് കള്ള് ഷാപ്പുണ്ട്. അപ്പോൾ അവിടെ പോകാൻ തിരക്കി രാവിലെ വന്ന് പണി തീർത്തു. അവർ നേരത്തെ പോയി, കള്ളടിക്കാണ്ട് നേരെ പോയി. അപ്പോൾ ഈ പിള്ളേർ പണിക്കാർക്കുള്ള ഭക്ഷണമൊക്കെ ആയിട്ട് വന്നപ്പോഴത്തേന് അവർ പോയി. അവർക്ക് ഇനി ഭക്ഷണത്തിൻ്റെ ആവശ്യമില്ല, അവർ കള്ളും കുടിച്ച് ആഹ്ലാദിച്ച് അങ്ങനെ പോകും. അപ്പോൾ ആ വീടിൻ്റെ ഉടമസ്ഥനും അവരുടെ കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു അത് അവരുടെ വീട്ടിൽ കൊടുത്തേക്കാൻ പറഞ്ഞു. ആ സെമിനോയുടെ ഞങ്ങളുടെ ഹൗസ് ഓണറുടെ വീട്ടിലോട്ട് കൊടുത്തേക്കാം. അപ്പോൾ അവർ വന്നപ്പോൾ അവരില്ലാത്തത് കൊണ്ടാണ് ഇവർക്കിത് തിരിച്ചു കൊണ്ടുപോകും. വലിയ കനമുണ്ട്, ഒത്തിരി സാധനങ്ങളുണ്ട്. ഒരു 10-20 പണിക്കാർക്കുള്ള സാധനങ്ങൾ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നു. ചേച്ചി ആൻറ്റി ഇതൊന്നും ഇവിടെ വെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇവിടെ വെച്ചേക്ക്, ഞങ്ങൾ അവർക്ക് വേണ്ടി കൊണ്ടുവന്ന എന്തെങ്കിലും ചെയ്തിട്ട് ഇവിടെ ഒന്ന് എടുക്കണമെന്ന് ഞങ്ങൾ കാല് പിടിച്ച് പറഞ്ഞു. അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ എൻ്റെ വൈഫ് അത് മേടിച്ച് ഞങ്ങൾക്കത് എന്ന് വെച്ചാൽ നമുക്കത് അപ്പോഴൊന്നും മനസ്സിലായില്ല ഇത് എന്താ പദ്ധതി എന്ന് പോലും ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പോൾ
ഞങ്ങൾ നോക്കിയപ്പോഴത്തേന് അത് മേടിച്ച് ഞങ്ങൾ അകത്തോട്ട് വെച്ചു പോയി. എന്നുവെച്ചാൽ അവർ വന്നാൽ കൊടുക്കാം എന്ന കാര്യത്തിലൊക്കെയാണ് ഇരുന്നത്. പക്ഷെ അവർ പോയി. അപ്പോൾ ഞങ്ങളെ ഹൗസ് ഓണറെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, അത് അവരന്ന് വരുന്നില്ല, പിറ്റേ ദിവസമേ വരുള്ളൂ. ഇത് ഭക്ഷണങ്ങളാണ്, അത് നിങ്ങൾക്ക് വേണ്ടി തന്നേക്കുന്നതാണ്, നിങ്ങളത് അവിടെ വെച്ചോ, നിങ്ങൾ കഴിക്കുക, എന്താണെന്ന് ചെയ്യും എന്ന് പറഞ്ഞു. ഞാൻ ഓർക്കുന്നത്, നമ്മൾ ദൈവത്തോടൊരു വാക്ക് പോലും പറയാതെ, സ്തോത്രം, ഒരു അനുമതി പോലും ചോദിക്കാതെ പല കാര്യങ്ങളും നമ്മുടെ ആ ചിന്തയിൽ നമ്മൾ ആലോചിച്ച് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിൽ പല കാര്യങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് വേണ്ടി ഞാനിവിടെ കിടന്ന് ആ ചെറിയ പ്രാണികൾ കയറിയ ഓരോ മണി അരികൾ തിരഞ്ഞ് പിടിച്ചെടുത്ത് മാറ്റി എൻ്റെ പിള്ളേർക്കും ഭാര്യയ്ക്കും വേണ്ടി ഞാൻ ഇത് തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം, അത് പോളിയോങ്കിച്ചോയ്ക്ക് വേണ്ടിയല്ല, അബ്രഹാമിന് ഇസ്ഹാക്കിന് വേണ്ടി ആടിനെ കരുതി ആ മോറിയ മലയിൽ ഒരുക്കിയ ആ ദൈവം ഏലിയാവിനെ ആ എവിടെ നിന്നാണോ നിഷേധിച്ചത് ആ കൊട്ടാരത്തിൽ നിന്ന് തന്നെ റോയൽ രാജകീയ ഭക്ഷണം ആ റോയൽ കിച്ചണിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന് കൊടുത്ത ആ ദൈവം ആ കാക്ക ചത്തെങ്കിലും ആ ദൈവം ഇന്നും ജീവിക്കുന്നു. അന്ന് 2010 ആ ദൈവമുണ്ട്. ഈ ഡെന്നീസ് എന്ന് പറഞ്ഞ ഒരു പൊട്ടൻ, അവൻ അവിടെ ഇരുന്ന് ആ അരിമണി പറക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവന് വേണ്ടി ദൈവം അവിടെ വേറൊരു ഭവനത്തിൽ വേറൊരു കിച്ചണിൽ അവന് വേണ്ടിയുള്ള ആ ഇറച്ചിയും ചിക്കനും വെജിറ്റബിൾസും എല്ലാം ഓരോന്നോരോന്നായിട്ട് എല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കും. സാമ്പാർ, പുളിശ്ശേരി, അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ തന്നെ ആ 2 സഞ്ചി നിറച്ച് ഒരു കലം നിറയെ ചോറ്, ഒരു കലം നിറയെ, ഒരു പ്രഷർ കുക്കർ നിറയെ ഇറച്ചിക്കറി, ഒരു കലം നിറയെ സാമ്പാർ, ഒരു വലിയൊരു 4-5 നിലയുള്ള തട്ട് നിറയെ പലതരം കറികൾ, പന്നി, പോർക്ക്, ആട്, കോഴി, പന്നി, അങ്ങനെ പലതരം കറികൾ. അപ്പോൾ വെച്ചാൽ ഞാനന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം. ഞാൻ അന്നാണ് ആദ്യമായിട്ട് എൻ്റെ ഈ 2 മണി കൂട്ടായ്മ എന്ന് പറഞ്ഞ പരിപാടിക്ക് ഞാൻ പ്രാർത്ഥന തുടങ്ങുന്നത്. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ഓരോ കരുതലുകൾ ഞാൻ ഓർക്കാം. അപ്പോൾ ഈ ദേവദാസനൊക്കെ പറയുമ്പോൾ ഇന്ന് ഇവിടെ ഇരുന്ന ആൾക്കാർ പറയും പോളിയോങ്കിച്ചയെക്കുറിച്ചും റെയ്നാൽഡ് ബോങ്കയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ, ഡെന്നീസെ, നിന്നെക്കുറിച്ച് ആ ദൈവം ചിന്തിച്ച ആ കരുതുന്ന ആ ദൈവം അബ്രഹാമിന് വേണ്ടി ഇസാക്കിന് വേണ്ടി കരുതിയതല്ല, ഏലിയാവിനെ കൊണ്ട് റോയൽ കിച്ചണിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുത്ത പോലെയല്ല. നീ ഒന്നും അനങ്ങാതെ അറിയാം നിനക്ക് വേണ്ടിയുള്ള ആ ലിവർ ഫ്രൈ, ബീഫ് കറി, ചിക്കന്, പോർക്ക്, എന്തൊക്കെ വേണം, വെജിറ്റബിൾസ് എന്തൊക്കെ വേണം, സാമ്പാർ, പുളിശ്ശേരി, അച്ചാർ, എന്തൊക്കെ വേണമോ അതെല്ലാം ആവശ്യം 2-3 ദിവസങ്ങൾക്ക് വേണ്ടുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടി കഴിക്കാനുള്ള ആവശ്യത്തിലധികം ഭക്ഷണം അവിടെ കൊണ്ടുവന്ന് തന്നത് ആ ദൈവം. അതാണ് ഞാൻ പറയുന്നത്. അല്ലാതെ അത് ഒരു പോളിയോങ്കിച്ചോ റെയ്നാൽഡ് ബോങ്കയോ അല്ലെങ്കിൽ ഇവിടെയുള്ള മറ്റുള്ള ദേവദാസന്മാരോ ഒന്നും പറയുന്ന പോലെയല്ല. എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് ചെയ്ത ആ ഒരു വലിയ കാര്യം, അത് യഥാർത്ഥത്തിൽ ദൈവം നമ്മളെ കരുതുന്നവൻ. നമ്മൾ ഒരു വചനം ഇങ്ങനെ പറയുന്നത്, എനിക്ക് തോന്നുന്നു റോമർക്ക് എഴുതിയ ലേഖനത്തിലെ വചനം, ഞാൻ ഓർക്കുന്നില്ല ഏതാണ്. അതായത് നിങ്ങൾ ചിന്തിക്കുന്നതോ നനയ്ക്കുന്നതോ അല്ല, അതിലും അത്യന്തം പരമായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നു. ഞാനിപ്പോൾ ഈ അവസ്ഥയിൽ, ഈ കണ്ണ് കാണാത്ത അവസ്ഥയിലും ഞാൻ ഇങ്ങനെ ഒരു കൂട്ടായ്മ, 2 മണി കൂട്ടായ്മ എന്ന് പറഞ്ഞ പ്രാർത്ഥന ഗ്രൂപ്പ് ഞാൻ കൊണ്ടു നടക്കുന്നത്. ഞങ്ങൾ പല ആൾക്കാരുണ്ട്, 100-110 പേര്, പല രാജ്യങ്ങളിൽ നിന്ന് കൂടുന്നവരുണ്ട്, പല ജോലിക്കാരുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു മനസ്സോടു കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പം ഇന്നലെ ഞങ്ങൾ പ്രാർത്ഥിച്ച ഒരു വിഷയം, നമ്മുടെ നിമിഷപ്രിയ എന്ന് പറഞ്ഞ ആ ഒരു സഹോദരി, അതിപ്പോൾ സൗദിയിൽ യമൻ ഭരണകൂടത്തിൻ്റെ ആ വിധിക്ക് കീഴടങ്ങാനായിട്ട്, മരണത്തിന് 16-ാം തീയതി അതിനെ കൊല്ലും എന്നുള്ള അതിൻ്റെ വിധി അങ്ങനെയാണ്. അതും അതിൻ്റെ അമ്മയുടെ ഒരു ഇൻ്റർവ്യൂ ഇന്നലെ ഞാൻ കേട്ടു. അവരെല്ലാം പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചു. ഞങ്ങൾ വചനമാണ്, അതായത് നിങ്ങൾ ഒരു മനസ്സോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ അതൊരു അത്ഭുതമായിട്ട് മാറണം. അങ്ങനെയെങ്കിൽ ഞാനത് വിശ്വസിക്കുന്നു, അതൊരു അത്ഭുതമായിട്ട് മാറണം. അപ്പോൾ നിമിഷ എന്ന് പറഞ്ഞ ആ സഹോദരി അത് ഈ 16-ാം തീയതി ഒരു യമൻ ഭരണകൂടം ഇന്ത്യൻ നയതന്ത്രമായിട്ട് ഒരു ബന്ധമില്ല എന്നുള്ളതൊക്കെയാണ് ഈ
നയതന്ത്രജ്ഞന്മാർ പറയുന്നത്. എങ്കിലും നമ്മളൊരു കാര്യം വിശ്വസിക്കുന്നു, നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന് അസാധ്യമായ ഒരു കാര്യവുമില്ല. അങ്ങനെയെങ്കിൽ ആ നിമിഷം ജീവനോടെ ഇരിക്കും. ഈ 16-ാം തീയതി ഞാനത് വിശ്വസിക്കുന്നു. 16-ാം തീയതി വരെ പോകില്ല, അതിനുള്ളിൽ തന്നെ അവരുടെ ഒരു അത്ഭുത സാക്ഷ്യം നമ്മളെല്ലാവരും കേൾക്കും. ഞങ്ങൾ ഒരു മനസ്സോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടമാണ് ഞങ്ങൾ, 2 മണി കൂട്ടായ്മ. അങ്ങനെയെങ്കിൽ ഞങ്ങൾക്കിതൊരു ഒരു അത്ഭുത സാക്ഷ്യമായിട്ട് മാറും. ആ മകൾ ജീവിക്കും. ഞാൻ വിശ്വസിക്കുന്നത് ഇതാ, ഈ നിമിഷം ജീവനോടെ ഇരുന്നാൽ ആ മകൾ പറയും, എൻ്റെ ജീവിതത്തിൽ യേശു അത്ഭുതം ചെയ്തു എന്ന് ഒരൊറ്റ വാക്ക് അവൾ പറഞ്ഞാൽ, അവൾ പറയുന്ന ആ വാക്ക് ഇപ്പം ഡെന്നീസ് എന്ന് പറഞ്ഞ ഒരു കണ്ണ് കാണാത്ത ഒരു പൊട്ടൻ പറയുന്നത് പോലെയല്ല. ആ നിമിഷം എന്ന് പറഞ്ഞാൽ ആ മകളെ ലോകം മുഴുവൻ ഇപ്പം അറിഞ്ഞു കഴിഞ്ഞു. എന്ന് വെച്ചാൽ അവൾ ഇനി 16-ാം തീയതി കഴിഞ്ഞാൽ അവളില്ല എന്നുള്ളതാണ് എല്ലാവരും. പക്ഷെ അവൾ ജീവനോടെ ഇരുന്ന് ഒരു വചനമുണ്ട്, ഞാൻ ജീവനോടെ ഇരുന്ന് യേശുവിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. അല്ലെങ്കിൽ ആ നിമിഷം ജീവനോടെ ഇരിക്കും. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. അത് ഒരു മനസ്സോടു കൂടിയുള്ള പ്രാർത്ഥന ദൈവം അത് ചെവിക്കൊള്ളും. അത് അത്ഭുതമാവും. ആ മകളെ അവിടെ നിന്ന് വിടുവിക്കും. പൂർണ്ണ വിടുതലുണ്ടാവും. ഒരു വിമോചനം. സ്തോത്രം. നമുക്ക് വേണ്ടി വിമോചനം തരാൻ വന്ന ആ യേശു തന്നെയാണ് ദൈവം. ഇത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. ദൈവം ഒരു പുത്രനല്ല, ദൈവം തന്നെയായിട്ട് ഇവിടെ വരാൻ പറ്റാത്തത് കൊണ്ടാണ് ദൈവം ഒരു പുത്രൻ്റെ സാദൃശ്യത്തിൽ, മനുഷ്യ സാദൃശ്യത്തിലായി പുത്രനായിട്ട് ഈ ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടിയുള്ള ആ യാഗമായിട്ട് തീർന്നുവെങ്കിൽ, ആ കാൽവറിയിൽ തീർന്ന യാഗത്തിൽ നമ്മുടെ എല്ലാവരുടെയും മുഴുവൻ പാപങ്ങളും അവിടെ അവസാനിച്ചെങ്കിൽ, നമുക്ക് വേണ്ടി ഇനി ആ നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ ഏദൻ ഇവിടെ കൊണ്ടുവന്ന് തരും. ഈ ഭൂമി കത്തി അഴിഞ്ഞ് നശിഞ്ഞു പോകും. നമ്മൾ ആ നഷ്ടപ്പെട്ട ഏദനിൽ, നമ്മുടെ ആദ്യം മാതാപിതാക്കന്മാർ നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ ഏദനിൽ നമ്മൾ 1000 വർഷം നമ്മൾ വാഴും. നമ്മൾ ജീവിച്ച് നമ്മൾ സന്തോഷത്തോടുകൂടി 1000 വർഷം നമ്മൾ ജീവിക്കും. അതിൻ്റെ ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. അതൊക്കെ ഞാൻ അല്ലെങ്കിൽ വലിയ വലിയ ദേവദാസന്മാർ നിങ്ങളോട് പറഞ്ഞു തരും. നിങ്ങളത് നോക്കി പഠിക്കുക. നമ്മുടെ പവർ വിഷൻ TV യിലൊക്കെ അതിൻ്റെ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കി ഓർക്കുക, കേൾക്കുക, പഠിക്കുക. അതിനെക്കുറിച്ച് വചനത്തിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്, അതൊക്കെ പഠിക്കുക. നമുക്ക് ഇതുകൊണ്ട് നമ്മൾ അവസാനിക്കുന്നില്ല. ഇപ്പം ഈ നിമിഷം ഒരു നിമിഷം കൊണ്ട് ജീവിക്കേണ്ട ആളല്ല. ആ മകൾ ജീവനോടെ ഇരിക്കും. ജീവനോടെ ഇരിക്കുന്നത് വെറുതെ അല്ല. ആ മകൾ ജീവനോടെ യമകാലനോ എന്തായാലും അവിടെ നിന്ന് അവൾ രക്ഷപ്പെട്ട് ഇവിടെ വരും. ഇവിടെ വന്ന് അവൾ യേശുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണം. അതിനാണ് അവളെ ദൈവം വീണ്ടും ആ ജീവിതം കൊടുക്കുന്നത്. എൻ്റെ ജീവിതം, ഞാൻ പല പ്രാവശ്യം ഭൂമിയിൽ നിന്ന് ഇല്ലാതായിട്ട് പോകേണ്ടതാണ്. പക്ഷെ എനിക്കറിയാം തക്ക സമയത്ത് എൻ്റെ ജീവിതം അതെനിക്ക് തിരിച്ചു തന്നെങ്കിൽ, ഇപ്പോഴും ഞാൻ അങ്ങനത്തെ ഈ അവസ്ഥയിൽ ഞാനിങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിൽ എനിക്കറിയാം ഒരു മരുന്നുമല്ല, ഞാൻ എൻ്റെ ആ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു മകനാണ്. ആ ഉറപ്പ് എനിക്കുള്ളതുകൊണ്ട് എനിക്കറിയാം എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം എനിക്ക് തിരിച്ചു തരും. എൻ്റെ ജീവിതത്തിൽ എല്ലാം തിരിച്ചു തരും. നഷ്ടപ്പെട്ടതെല്ലാം 10 മടങ്ങായിട്ട് എൻ്റെ കർത്താവ് തിരിച്ചു തരും. ഒരു വീണ്ടെടുപ്പുകാരനുണ്ട്, ബോവസ് അല്ല. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ആ യേശുവാണ്. ആ യേശു ദൈവപുത്രനല്ലേ, ദൈവം തന്നെയാണ്. ദൈവം ഭൂമിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, എന്നെ വീണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ സകലതും എനിക്ക് വീണ്ടെടുത്ത് തരും. ഒന്നിനൊരു കുറവ് വരില്ല. അത് ഏറ്റവും അത്ഭുതമായിട്ട് തന്നെ മാറും. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ജീവിതത്തിൽ ഇത്ര വലിയൊരു സാക്ഷ്യം അല്ല പോൾ യോങ്കിച്ചയുടെ, റെയ്നൽഡ് ബോങ്കയുടെ ഒരു കാര്യം പറയാൻ എനിക്കില്ല. എനിക്ക് എൻ്റെ കാര്യം പറയാം. എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഒരു കാര്യം, അബ്രഹാമിൻ്റെ ഇസാഖിൻ്റെ കാര്യമല്ല. എൻ്റെ ജീവിതത്തിൽ ആ തക്ക സമയത്ത് വന്ന് തന്ന ആ ഒരു മനുഷ്യർ വന്ന് എൻ്റെ വീട്ടിൽ കൊണ്ട് 2 സഞ്ചി നിറയെ ഭക്ഷണ സാധനങ്ങൾ തന്നെങ്കിൽ, അത് തന്നെയാണ് ആ പണ്ട് ഏലിയാവിൻ്റെ കാക്ക എന്ന് പറഞ്ഞ ആ ദൈവത്തിൻ്റെ കരുതലതാ. അതുകൊണ്ട് തന്നെയല്ലേ പത്രോസും പറഞ്ഞിരിക്കുന്നത്, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാകിയാൽ സകല ചിന്തകൾ. അപ്പം ആ ദൈവം, ആ യേശു നമുക്ക് വേണ്ടി സകലതും കരുതി കഴിഞ്ഞു. ഇനി ഇതിനു വേണ്ടി നമ്മൾ പ്രയാസപ്പെടേണ്ട. അവൻ അവിടെ 7ാമത്തെ മൊഴി ഇതാ, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, എറ്റലസ്റ്റായി, സകലതും പൂർത്തിയായി. ഇനിയൊരു ബലിയില്ല. നമുക്ക് വേണ്ടി അവൻ ചെയ്തു കഴിഞ്ഞു. ഇനി ഒന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ എൻ്റെ എല്ലാം ജീവിതം വളരെ വലിയ അത്ഭുതങ്ങളാണ്. അത്ഭുതം തന്നെയാണ്.
അത്ഭുതമല്ലാതെ ഒന്നുമില്ല. നമ്മൾ ചിന്തിക്കുന്നോ നനയ്ക്കുന്നോ അല്ല, അതിലൊക്കെ അത്യന്തപരമായിട്ടാണ് കർത്താവ് നമ്മളെ നടത്താൻ പോകുന്നത്. നമ്മുടെ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, നമ്മുടെ ഈ 850 ഗ്രാം തലച്ചോറ് കൊണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റിയ കാര്യമേ അല്ല ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിക്കുന്നതോ നനയ്ക്കാത്തതോ, നിന്റെ മനസ്സിൽ ഒരിക്കൽ പോലും നീ ചിന്തിക്കാത്ത കാര്യങ്ങൾ കൊണ്ട് നിന്നെ നിറച്ചു തരും ആ യേശു, ആ ദൈവം. ആ ദൈവത്തിൻ്റെ അവസാനത്തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ, ആ കാൽവറി മല മുകളിൽ ഒഴുക്കി തന്നിട്ടുണ്ടെങ്കിൽ അതിലൂടെ സകലതും ചെയ്തു കഴിഞ്ഞു ദൈവം. ഇനി ഒന്നും ഇല്ലെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ വിശ്വസിക്കുക. നമ്മൾ ഈ ഭൂലോകത്തെ കാര്യം ഇവിടെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ആ വലിയ അത്ഭുതങ്ങൾ, അതാണ് ഏറ്റവും വലുത്. അതിന് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുക, മഹത്വം ദൈവത്തിന് മാത്രം കൊടുക്കുക. നമ്മൾ അനിയൻ വർഗീസ് എപ്പോഴും പറയുന്നത് എല്ലാ മഹത്വവും യേശുവിന് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. യേശുവിൻ നാം തന്നെ. ആമേൻ.